ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഴയൊരു ബക്കറ്റിൻ്റെ അടപ്പാണ് കേട്ടോ. ഒരു ചെറിയൊരു ബക്കറ്റാണ് ഇത്, പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ അടപ്പാണിത്. അപ്പോൾ ഇത് ഏതായാലും വേസ്റ്റായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു, അപ്പോൾ അത് ഞാനിങ്ങെടുത്തു. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താം. നമുക്ക് വാൾ വാങ്ങിങ്ങൊക്കെ ആക്കി ചെയ്തെടുക്കാം, വീട് അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് മുകളിലായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറാണ്, ആക്രി കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോട്ട് മതി കേട്ടോ, അതിലേറെ വേണ്ട. ഒരു കോട്ട് മാത്രം ചെയ്തെടുക്കാം. ഇനി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടിയും ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കി അറിയിക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ അത് വൈറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാനിവിടെ ബ്ലൂ ആട്ടോ എടുക്കുന്നത്, നല്ല ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു മുക്കാൽ ഭാഗം വരെ ഞാൻ ഈ ബ്ലൂ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് യെല്ലോ കളർ ആട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അടിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ 2-3 വീഡിയോസ് ഞാൻ ഡ്രോയിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും അതുപോലെ എല്ലാവർക്കും കുഞ്ഞു മക്കൾക്കും കൂടിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം, അതുപോലെ കമൻ്റായിട്ട് പിന്നും ചെയ്ത് വെക്കാം. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ യെല്ലോയും ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ കളറായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും. അപ്പോൾ ഇതിൻ്റെ അരികുവശത്തൊക്കെ ആയ ഒരു പെയിൻറ്റിങ്ങൊക്കെ ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു റിയാലിറ്റി ആയിട്ട് നമുക്ക് തോന്നാൻ ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ച് ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു വരകൾ പോലെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഞാനൊരു പഴയ ബ്രഷ് എടുത്ത് കുറച്ച് വൈറ്റ് കളർ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റാർസ് തോന്നിക്കാൻ വേണ്ടിയാട്ടോ. രാത്രിയുടെ ഒരു സ്കൈ ആണ് കാണിക്കുന്നത്, നൈറ്റ് സ്കൈ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർസിനെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൽ ചെറുതായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. മൂണിനെ വരച്ചെടുക്കുന്നുണ്ട് വൈറ്റ് കളറിൽ. അതൊരു പോയിൻ്റ് ബ്രഷ് എടുത്ത് ചെയ്താൽ മതി. അതുപോലെ 3 വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഞാനിവിടെ ഒരു പാലം പോലെയാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ ഒരു പാലം പോലെയാണ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലായിട്ട് ഇതുപോലെ ഒരു പാലം പോലെ വരച്ചിട്ട് ഒരു തീവണ്ടി പോകുന്ന ഒരു ടൈപ്പാട്ടോ ഞാനിവിടെ വരക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് ഈ അടിഭാഗമൊക്കെ ഒന്ന് ഫുൾ ബ്ലാക്ക് ആക്കി കൊടുക്കാം ഇതുപോലെ.
നമുക്ക് മുകളിൽ കുറച്ച് ഡോട്ട് പോലെ ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം, ഒരു ട്രെയിൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് വൈറ്റും അതുപോലെ ബ്ലാക്കും കൂടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു പുക പോലെ, ട്രെയിനിൽ നിന്നും വരുന്ന പുക പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എനിക്ക് നോക്കിയപ്പോൾ ചെറിയൊരു കുറവ് പോലെ തോന്നിയിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തെങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റായി വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.